ബി.ജെ.പി. സംസ്ഥാന കാര്യാലയമായ കെ.ജി. മാരാർ ഭവൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാടിന് സമർപ്പിച്ചു. സംസ്ഥാന കാര്യാലയത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച കൊടിമരത്തിലാണ് പതാക ഉയർത്തിയത്. പിന്നീട് അദ്ദേഹം ഓഫീസിൻ്റെ മുറ്റത്ത് കണിക്കൊന്ന തൈ നട്ടു. തുടർന്ന് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംഘടനയുടെ സ്ഥാപക നേതാക്കളായ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീനദയാൽ ഉപാധ്യായയുടെയും വെങ്കല പ്രതിമകൾക്ക് മുന്നിൽ നിലവിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ഓഫീസിൻ്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ.ജി. മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്തു. ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ നവോത്ഥാന നായകന്മാരെ അനുസ്മരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പുത്തരിക്കണ്ടം മൈതാനിയിലെ വാർഡ് തല നേതൃസംഗമത്തിലാണ് ഇടത് വലതു മുന്നണികളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള അമിത് ഷായുടെ വാക്കുകൾ. മന്നത്ത് പത്മനാഭനെയും ശ്രീനാരായണ ഗുരുവിനെയും മഹാത്മാ അയ്യങ്കാളിയെയും പണ്ഡിറ്റ് കുറുപ്പിനെയും സ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. ബി.ജെ.പിയെ ഉത്തരേന്ത്യൻ പാർട്ടിയെന്നാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ആസാമിലും ത്രിപുരയിലും ഒറീസയിലും സർക്കാരുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പരിഹസിച്ചു. എന്നാൽ ഇന്ന് ഈ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ബി.ജെ.പിയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും ഇത് ആവർത്തിക്കും. ഇതുതന്നെയാണ് കേരളത്തിലും ആവർത്തിക്കാൻ പോകുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമെന്നും നൂറുകണക്കിന് ധീരബലിദാനികളുടെ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. സംസ്ഥാനത്ത് മാറി മാറി അധികാരത്തിൽ ഇരിക്കുന്ന ഇടത് വലതു മുന്നണികൾക്ക് ആകെ പറയാനുള്ളത് അഴിമതിയുടെ ചരിത്രമാണ്. പിണറായി സർക്കാർ നടത്തിയ എക്സലോജിക് മുതൽ PPE കിറ്റ് അഴിമതി വരെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. UDFും ഇക്കാര്യത്തിൽ മോശക്കാരല്ല. അടച്ചുപൂട്ടാൻ പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കിട്ടുമ്പോഴെല്ലാം കൊള്ളയടിക്കുകയായിരുന്നു അവരും. രണ്ട് മുന്നണികളും ഇക്കാര്യത്തിൽ അളിയന്മാരാണ്. എന്നാൽ 11 വർഷമായി കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ ബി.ജെ.പിക്ക് സാധിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. സ്വതസിദ്ധമായ ശൈലിയിലുള്ള അമിത് ഷായുടെ ഓരോ വാക്കുകളും നിറഞ്ഞ കയ്യടിയോടെയാണ് ബി.ജെ.പി. കാര്യകർത്താക്കൾ സ്വീകരിച്ചത്. വാർഡ് തല സംഗമത്തിൽ 15,000-ഓളം പേരാണ് പങ്കെടുത്തത്. ബി.ജെ.പി. ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വചസ്പതിയാണ് പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്.